അച്ഛനെ പറ്റി അധികം ഞാൻ കേട്ടിട്ടില്ല. ആളുടെ പേര് ഉണ്ണി തന്നെയാണ്. അച്ഛൻ വളരെ ഉള്ളിലേക്ക് ഒതുങ്ങിയ ഒരാളാണ്. പക്ഷെ എന്നാൽ എല്ലാത്തിനും ഉത്തരയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെക്കാളും എന്റെ അടുത്തും അതെ. അതല്ലെങ്കിൽ എനിക്ക് ഇത്ര എത്താൻ പറ്റില്ലല്ലോ. എന്നെയും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് മുഖമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആളാണ്. നിങ്ങളുടെ കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? രാജകുടുംബത്തിന്റെ കല്യാണം കഴിക്കാൻ കല്യാണമൊക്കെ സാധാരണ പോലത്തെ കല്യാണമായിരുന്നു. പിന്നെന്താ, തൃശ്ശൂരായിരുന്നു പഠിച്ചതും വളർന്നതും ഒക്കെ. കേരളോർമ്മ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ തൃശ്ശൂർ തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കണ്ടെത്തിയത് എങ്ങനെയാ? ബന്ധുക്കളാണ്, പരിചയക്കാരും ബന്ധുക്കളുമാണ്. ഞാൻ ഒരെണ്ണത്തിൽ എഴുതിയിരുന്നു. ഞാൻ മാധവിക്കുട്ടിയെ കുറിച്ച്, ഒരു കമലാദാസനെ കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതിയത്. അതിൽ എഴുതിയിട്ടുണ്ട്, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എലിയങ്ങാട്ട് കോവിലകത്തെത്തി. അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു, ഇതാ നോക്കൂ, ആ കാണുന്നതാണ് നാലാപ്പാട്ട് തറവാട്, അവിടെയാണ് എഴുത്തുകാരി മാധവിക്കുട്ടി താമസിച്ചിരുന്നത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ബോംബെക്ക് പോയി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ആ നാലാപ്പാട്ട് തറവാട് കാണുന്ന എലിയങ്ങാട്ട് കോവിലകത്തെയാണ് എന്റെ ഉണ്ണിയുടെ അച്ഛൻ. അപ്പൊ ഞാനന്ന് 9th പഠിക്കുക. അങ്ങനെ അന്ന് അവിടെ ചെല്ലുമ്പോഴാണ് പരിചയപ്പെട്ടത്. അങ്ങനെയല്ല, അതിനുമ്പ് പരിചയപ്പെട്ടു. പക്ഷെ അതൊക്കെ ഒരു കൂടിക്കാഴ്ചയൊക്കെ ഒരു ഇഷ്ടത്തിന്റെ തുടക്കങ്ങളായിരുന്നു. ഇഷ്ടത്തോടുകൂടി തന്നെ 4-5 കൊല്ലം ഇഷ്ടപ്പെട്ട് നടന്നു. എന്നിട്ട് തന്നെയാണ് കല്യാണം. അന്നത്തെ പ്രണയം എങ്ങനെയായിരുന്നു ശരിക്കും? അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇത് പ്രണയം തന്നെ. പ്രണയത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? അങ്ങനെയൊക്കെ തന്നെ അന്നും ഇന്ന്. പക്ഷെ എനിക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നു പണ്ടൊക്കെ. എനിക്ക് അറിയണില്ല, കുട്ടികളൊക്കെ പറയുമ്പോ വേണ്ടാന്ന് വെച്ചു, ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട് ഇപ്പോ. പണ്ട് എന്താ കരച്ചിലും, പിന്നെ ചിലർ ആത്മഹത്യ, മറ്റേ എഴുതി വെച്ചിട്ട് മരിച്ചു, വിഷം കഴിച്ചു, കിണറ്റി ചാടിയുന്ന, എന്ത് പ്രണയത്തിന് വേണ്ടി. അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്തായിരുന്നു ഞങ്ങളൊക്കെ പ്രണയിച്ചത്. ഇതിന്റെയൊക്കെ കഥയൊക്കെ അന്ന് കാലത്താ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവരുടെയൊക്കെ കഥ നടന്നത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഭയങ്കര ആത്മാർത്ഥതയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്താ, കല്യാണത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലെ ഒരാഗ്രഹം. എന്നിട്ട് അമ്മയും അച്ഛനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് എത്തിക്കുക. അങ്ങനെയൊക്കെ വലിയ കമ്മ്യൂണിക്കേഷൻ ആണ് അന്നേരത്തെ വലിയ. അതെ, കാരണം ഇതില്ല, ഫോൺ ഞങ്ങളുടെ പറ്റി വന്നു. പക്ഷെ ഫോൺ ചെയ്യാൻ ലാൻഡ് ഫോൺ വന്ന കാലമാണ് അന്നൊക്കെ. 80s എന്നൊക്കെ പറഞ്ഞ തൃശ്ശൂര് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാരും ഉണ്ടാവും മുറിയിൽ, ആരെ വിളിക്കാൻ. അച്ഛനൊക്കെ ഇങ്ങനെ ഇരിക്കും നോക്കിക്കൊണ്ട്, അമ്മ ഉണ്ടാവും അപ്പുറത്ത് കണ്ണുടിച്ചിട്ട്. കാരണം അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കത്തെഴുതല് തന്നെ, കത്തെഴുതി ആര് തുറന്നു വായിക്കുന്നുള്ള പേടി വരും. അവിടെ വേറെ അമ്മയുടെ അച്ഛൻ്റെ അത് അവരുടെ വീട്ടിൽ ചെന്ന് ആര് തുറക്കുമോ എന്തോ എന്നുള്ള ടെൻഷനായി. പുള്ളി വീട്ടിലുള്ള കണ്ടുമുട്ടലുണ്ട് ഇടയ്ക്ക്. രഹസ്യമായിട്ട് കാണാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ കത്തെഴുതി അടുത്ത ശനിയാഴ്ച ആ കോവിലകത്തേക്ക് വരുന്നുണ്ട്, അങ്ങോട്ട് എത്തുമോ എന്നൊക്കെ ചോദിച്ച് പുള്ളി അവിടെ എത്തി. അറിയാത്ത പോലെ, ഞാനും അറിയാത്ത പോലെ അവിടെ എത്തണം, അങ്ങനെ കാണുന്നു. അങ്ങനെയൊക്കെയായിരുന്നു കല്യാണം. അങ്ങനെ ഇപ്പൊ അവിടം വരെ എത്തി. ഓക്കെ. അപ്പൊ ഇപ്പത്തെ പ്രണയങ്ങളില് ഏറ്റവും വീട്ടുകാരെതിർക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഫാക്ടറാണ്. അങ്ങനെ ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല അവിടെ? ഇല്ല, ഞങ്ങളുടെ കുടുംബക്കാര് തമ്മിൽ നല്ല പരിചയക്കാരായിരുന്നോണ്ട് 2 പേർക്കും ഇഷ്ടമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഉണ്ണിയേട്ടനെ വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും പറയും നല്ല പയ്യൻ എന്ന് പറയും. അപ്പൊ ആർക്കെങ്കിലും കല്യാണം നോക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിക്കും, വേറെ ആർക്കും വേണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ അവരുടെ വീട്ടുകാർക്കും എന്നെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വലിയ ബഹളവും പ്രശ്നമൊന്നും ഇല്ലാതെ നടന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.